ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. സർവേശ്വരൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളുടെ സ്വന്തം സിസ്റ്റർ വൈഗ തേജസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം ഒരുപാട് വിമർശനങ്ങൾ വരാൻ വരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ധൈര്യത്തോടുകൂടി ഞാൻ ഉച്ചരിക്കാൻ പോകുന്നത് ദൈവവചനമാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആ ഒരു കാര്യത്തെ ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോസ്തലന്മാരും ശുശ്രൂഷകരും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ഒരു വ്യത്യാസം മനുഷ്യന്റെ മനസ്സിലേക്ക് വരാൻ ഉണ്ടായ ഒരു കാരണവും ഞാൻ ആദ്യം ആ ഒരു വചനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിന്റെ 12-ാം അധ്യായം 28-ാം വാക്യം, ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഇന്ന് ഈ ഒരു വചനം എടുത്ത് പെന്തക്കോസ്ത് കോളത്തിൽ നിൽക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും ദൈവം നൽകിയ ശുശ്രൂഷകളിൽ 1-ാമൻ അപ്പോസ്തലനാണെന്നുള്ള ഒരു ചിന്താഗതികളിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇന്നിപ്പോ ഇത് സംസാരിക്കാൻ പോകുന്ന ഒരു പ്രസംഗ രൂപേണയാണോ, ഒരു പഠിപ്പിക്കൽ രൂപേണയാണോ, എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഈ ഒരു ടോപ്പിക്ക് ചെയ്യണമെന്ന്. നമ്മളിവിടെ വായിച്ച ഈ ഒരു വചനം, ദൈവസഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ ആണ്. 1-ാമത്തെ സ്ഥാനം അപ്പോസ്തലനാണ്. ബാക്കിയുള്ളതെല്ലാം പടി താഴേക്ക്, ഏറ്റവും അവസാനം വരുന്നത് സുവിശേഷകൻ എന്നുള്ള രീതിയിലേക്ക് ഒരു കാറ്റഗറി തിരിച്ച്, ഒരു സ്ഥാനം തിരിച്ച് ഇന്ന് ആൾക്കാർ കാണുന്ന ഒരു ലക്ഷണത്തിലേക്ക് വന്നേക്കാണ്. എന്നാൽ വചനത്തിൽ കൃത്യമായിട്ട് അത് എന്താണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പാപത്തിൽ കിടന്നിരുന്ന ചില വ്യക്തികളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ അവർക്ക് മഹത്വത്തിന്റെ 1-ാമത്തെ സ്ഥാനം, 1-ാമത്തെ കിരീടം കൊടുത്തു എന്നൊരിക്കലും ആരും മനസ്സിലാക്കരുത്. ഇവിടെ ദൈവാത്മാവ് അർത്ഥമാക്കുന്ന ഒരു കാര്യം ഇതാണ്, ഇതൊരു ക്രമമാണ്, ഓർഡറാണ്. ഒരു ഓർഡറിനനുസരിച്ചാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതിനും വ്യക്തമായിട്ടൊരു റീസൺ ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് അതിലേക്ക് നമുക്ക് പോകാം. ഒരു വീട് പണിയുമ്പോൾ അവിടെ അടിസ്ഥാനമിടാറുണ്ട്. ഒന്നുകിൽ പാറകൾ കൊണ്ട് അല്ലെങ്കിൽ ഫില്ലർ ഇറക്കിയൊക്കെ അടിസ്ഥാനമിടാറുണ്ട് നമ്മൾ വീട് പണിയുമ്പോൾ. അടിസ്ഥാനം ഇട്ടതിന് ശേഷമാണ് അതിന്റെ മുകളിലേക്ക് ചുവരുകൾ വരുന്നത്. ചുവരുകൾ വന്നതിന് ശേഷമാണ് മേൽക്കൂര വരുന്നത്. അപ്പൊ അടിസ്ഥാനം 1-ാമതാണ്. പക്ഷെ ആ അടിസ്ഥാനത്തിന്റെ സ്ഥാനം പോയേക്കുന്നത് ഏറ്റവും താഴെയാണ്. എന്നാൽ ആ അടിസ്ഥാനം കുലുങ്ങിപ്പോയാൽ, ആ അടിസ്ഥാനമില്ലെങ്കിൽ ഏതുമില്ല. അടിസ്ഥാനം കുറഞ്ഞുപോയി എന്നും മേൽക്കൂരയ്ക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റില്ല. മേൽക്കൂര അല്ല, അടിസ്ഥാനമാണ് വലുതെന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിക്കലും പറയുവാൻ പറ്റില്ല. ഇനി നമുക്കിവിടെ കൂടുതൽ വിശദീകരിച്ചു നോക്കാം. അപ്പോസ്തലൻ എന്തുകൊണ്ട് 1-ാമത് വന്നു? കാരണം സഭയുടെ അടിസ്ഥാനം ഇടുന്നത് അപ്പോസ്തലന്മാരാണ്. അവരാണ് ദർശനവും ദിശയും കൊണ്ടുവരുന്നവർ. അപ്പോസ്തലന്മാരാണ്. അവർ പുതിയ സഭകൾ സ്ഥാപിക്കുന്നു. അവിടെ ഈ ഒരു അപ്പോസ്തലനെ നോക്കിയാണ് യേശുക്രിസ്തു മത്തായി 16:18 പറഞ്ഞത്, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ പണിയും. അടിസ്ഥാനമാണ്. പത്രോസ് അപ്പോസ്തലനായിരുന്നു, നമുക്കറിയാം. അപ്പൊ ഈ അടിസ്ഥാനത്തിന്മേലാണ് സഭയെ പണിതേക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് അടിസ്ഥാനമാണ്. ഇന്ന് നമ്മുടെ ഈ ലോകത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഒന്നാമത് വന്നപ്പോൾ എല്ലാവരിലും മേലധികാരമുണ്ടെന്നുള്ളൊരു തോന്നൽ. 1-ാം സ്ഥാനം അപ്പോസ്തലന്മാർക്കാണെങ്കിൽ ഭരിക്കാനുള്ളൊരു പദവിയായിട്ട് കാണുന്നു. ഇത് ബൈബിൾ വിരുദ്ധമാണേ. അവിടെ ഒന്നാമത് അല്ലെങ്കിൽ എല്ലാത്തിന്മേലും അധികാരം അവരാണ് വലുത് എന്ന് വേദപുസ്തകം പറയുന്നില്ല. യേശു വളരെ സ്പഷ്ടമായിട്ട് പറയുന്നൊരു വചനഭാഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്ന്, മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. അപ്പം ഒരു മേലധികാരിയായിട്ട് ഒരാൾ അധികാരം നടത്തി ഒരാൾ കർത്തൃത്വം ചെയ്യണമെങ്കിൽ അതൊക്കെ ജാതികളുടെ ഇടയിലാണ്. 26-ാമത്തെ വാക്യം പറയുകയാണ്,
എന്നാൽ നിങ്ങൾ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. ഇപ്പൊ ഇന്ന് ദൈവം കൊടുത്തേക്കുന്ന ഓരോ കൃപാവരങ്ങളിൽ വിളിച്ചേക്കുന്ന വിളിയിൽ ഒരാൾ വലുതെന്നും ഒരാൾ ചെറുതെന്നുമില്ല. വലുതായിട്ട് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അവൻ ഏറ്റവും താഴേക്ക് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറണം. ദൈവം എത്രത്തോളം വലിയ കൃപാവരങ്ങൾ തന്ന് ദൈവം മനുഷ്യനെ നിർത്തിയിട്ടുണ്ടോ ആ മനുഷ്യൻ ഏറ്റവും താഴേക്കുള്ള ശുശ്രൂഷകൾ ചെയ്യണം. ഇന്ന് നമ്മുടെ ലോകത്തിൽ അതാണോ നടക്കുന്നതെന്ന് നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. ഇവിടെ ഒന്നാമത് ദൈവം വിളിച്ചു നിർത്തിയേക്കുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടാണ്. ആ ഒരു കഷ്ടപ്പാടിന്റെ വിളിയിലേക്കാണ് ദൈവം വിളിച്ചത്. ആദിമ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ അങ്ങേയറ്റം കഷ്ടം അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ ദാരിദ്ര്യവും പട്ടിണിയും നഗ്നതയും നല്ല വസ്ത്രങ്ങൾ ഉടുക്കാനില്ലാതെ ദേഹത്താകമാനം അവരുടെ ശരീരത്തെ അവർ ഒരിക്കലും കൂടുതൽ പോഷിപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിൽ ആകമാനം ബുദ്ധിമുട്ടുകളായിരുന്നു. നമ്മൾ ചരിത്രങ്ങൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും. എന്നാൽ ആദിമ നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ദൈവം ഏൽപ്പിച്ച് ഒന്നാമത് നിർത്തിയേക്കുന്ന കൃപാവര ശുശ്രൂഷകളാൽ നിറച്ചിരിക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും അത് കഷ്ടപ്പാടിന്റെ വിളിയാണ്. കൂടുതൽ ഉത്തരവാദിത്വങ്ങളുടെ സ്ഥാനമാണ്. ഇന്ന് അപ്പോസ്തലികമായിട്ടുള്ള വിളികൾ കിട്ടിയിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തിരിച്ചറിയണം. ഉത്തരവാദിത്വം ഒരുപാട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 49 പേർക്കും ഇല്ലാത്ത ഉത്തരവാദിത്തമാണ് അതിൽ ഒരാള് ലീഡറായിട്ടിരിക്കുന്ന വ്യക്തിക്ക്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തം ഉള്ളതുപോലെ തന്നെ ഇവിടെയും യേശു ഏറ്റവും കൂടുതൽ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന തങ്ങളെ വിളിച്ചേക്കുന്ന വിളിക്ക് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ കൂടുതലാണ്, കഷ്ടപ്പാടുകൾ കൂടുതലാണ്. ഇവിടെ പൗലോസ് തന്നെ പറയുകയാണ്, ഇങ്ങനെ ഞാൻ കേവല സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടുന്നതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി. അങ്ങനെ ആക്കണം. അപ്പോസ്തലിക വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞൊരു വിളിയല്ല. നമ്മളുടെ ടോപ്പിക്ക് അപ്പോസ്തലനും ശുശ്രൂഷകനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആര് വലിയവൻ എന്നതിലുപരി വ്യത്യാസം തിരിച്ചറിയണം. അപ്പോസ്തലൻ ദൈവം അയക്കപ്പെട്ടവൻ. ഈ അയക്കപ്പെട്ടവൻ ഒരിക്കലും ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല. യോഹന്നാൻ 20:21 പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പൊ അയക്കപ്പെട്ടവൻ ഒരിടത്തു നിന്ന് അടുത്തടുത്തേക്ക് ദൈവം അയച്ചുകൊണ്ടേയിരിക്കും. അപ്പോസ്തലന്റെ പ്രധാന ദൗത്യത്തിലേക്ക് വരാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:20 പറയുന്നു, സഭയുടെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. അപ്പോസ്തലന്മാർ എന്താണ് ചെയ്യേണ്ടുന്നത്? പുതിയ സഭകൾ സ്ഥാപിക്കുക, ക്രമം കൊണ്ടുവരിക, തെറ്റായ ഉപദേശങ്ങൾ തിരുത്തുക, ദർശനവും ദിശയും നൽകുക. ഇതായിരിക്കണം അപ്പോസ്തലന്റെ പ്രധാന ദൗത്യം. ഈ അപ്പോസ്തലൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരുടെ വീര്യപ്രവർത്തികൾ ചെയ്യാനുള്ളത് ദൈവം ചെയ്തുകൊള്ളും, ആ വ്യക്തിയെ എടുത്ത് ഉപയോഗിച്ചുകൊള്ളും. പക്ഷേ ദൗത്യം എന്ന് പറയുന്നത് പുതിയ സഭകൾ സ്ഥാപിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പൗലോസിന്റെ ആ ഒരു മനോഭാവം, ഞാൻ എല്ലാവർക്കും ദാസനായി നിന്നുകൊണ്ട് അപ്പോസ്തലൻ ഇത് ചെയ്യുവാൻ തയ്യാറാകണം. ഭരണമല്ല. ഈ ഒരു അധികാരം ദൈവം നൽകിയിരിക്കുന്നത് സേവനത്തിന് വേണ്ടിയിട്ടാണ്, സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോസ്തലന്റെ സ്വഭാവം അത് തന്നെ നമ്മളൊരു ടോപ്പിക് എടുത്ത് നമുക്ക് പഠിക്കാനുണ്ട്. അധികാരം ഉണ്ടെങ്കിലും ആധിപത്യം അവിടെ കാണിക്കുന്നില്ല. ഒരു സ്പിരിച്വൽ ഫാദർഹുഡാണ്, ഒരു പിതൃത്വമുണ്ട്. ഓരോരുത്തരെയും ജനിപ്പിക്കുകയാണ് ക്രിസ്തുവിൽ ജനിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോസ്തലന്മാരായിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം ഇതാണ്. പുതിയ വ്യക്തികളെ നേടിയെടുക്കുക. പുതിയ വ്യക്തികളെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് പലപ്പോഴും കാണുന്നത് ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് ഒരുപാട് പ്രസംഗിക്കുന്നവരാണ് അപ്പോസ്തലിക വിളി എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവജനമേ, ഞാൻ വിളിച്ചു പറയുകയാണ്, അപ്പോസ്തലന്റെ കൃത്യമായിട്ടുള്ള പ്രധാന ലക്ഷ്യങ്ങൾ
തെറ്റായ പഠനങ്ങളെ തിരുത്തണം, പുതിയ സഭകൾ സ്ഥാപിക്കണം. സ്വയമേ വളർച്ചയ്ക്കായിട്ടും സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല നിൽക്കേണ്ടുന്നത്, ദൈവത്തിന് വേണ്ടിയിട്ട് അത്രത്തോളം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെ അത്രയും കഷ്ടം സഹിക്കുവാൻ തയ്യാറാകണം. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ അപ്പോസ്തലിക വിളിയുള്ളൂ. അവരുടെ സ്വഭാവം, അധികാരം ഉണ്ടെങ്കിൽ അവരിൽ ആധിപത്യമില്ല. പല സഭകളോടും ഉത്തരവാദിത്വമുള്ളവരാണ്. സഭകളെ ഒരിക്കലും അവർ പിരിക്കാൻ നോക്കില്ല, ചേർത്ത് നിർത്തി സഭകളിലുള്ള പോരായ്മകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് കാര്യങ്ങളെ ഉപദേശിച്ചു കൊടുത്ത് ചേർത്ത് നിർത്താനാണ് നോക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരുടെ വിളി അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷകർ, അതായത് മിനിസ്റ്റർ, സർവന്റ്, ശുശ്രൂഷകർ, അവരുടെ വിളി എങ്ങനെയാണെന്നൂടെ നമുക്ക് നോക്കാം. ശുശ്രൂഷകർ ദൈവം വിളിച്ചേക്കുന്ന സേവകരാണ്, ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചേക്കുന്നവരാണ്. അവർ സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോസ്തലനെ നമ്മൾ കണ്ടു. അപ്പോസ്തലൻ ദൈവം അയക്കപ്പെടുന്നിടത്തെല്ലാം പോകണം. അത് ഏത് കുന്നും മലയും പാറയും വെള്ളവും മരുഭൂമിയും എവിടെയാണെങ്കിലും, ദരിദ്രന്റെ അടുക്കലാണേലും ജാതികളുടെ അടുക്കലാണേലും, ചിലപ്പോൾ ന്യായാധിപന്മാരുടെ മുമ്പിലാണെങ്കിലും ദൈവം എവിടേക്കാണോ അയക്കുന്നത് അവിടേക്ക് പോകുന്നവനായിരിക്കും. പക്ഷെ ഇവിടെ ശുശ്രൂഷകൻ സഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോസ്തലൻ വെച്ച അടിസ്ഥാനത്തിന്മേൽ പണിയുന്നവൻ, അവനാണ് ശുശ്രൂഷകൻ. അപ്പോസ്തലൻ അടിസ്ഥാനമിട്ടു, ആ അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന വ്യക്തി. അപ്പൊ അവിടെ ആര് വലിയവൻ ചെറിയവൻ എന്നുള്ള വ്യത്യാസമില്ല. അപ്പോസ്തലൻ ഒന്നാമതൊന്നും ശുശ്രൂഷകൻ രണ്ടാമതൊന്നും ഒരു രീതിയുമില്ല. അടിസ്ഥാനം ഇടേണ്ടുന്നവനായത് കൊണ്ടാണ് അവിടെ ഒന്നാമതായിട്ട് അപ്പോസ്തലൻ വന്നേക്കുന്നത്, പ്രവാചകൻ വന്നേക്കുന്നത്. ശുശ്രൂഷകന്റെ പ്രധാന ലക്ഷ്യങ്ങൾ പഠിപ്പിക്കല്, അതേപോലെ തന്നെ ശുശ്രൂഷ. നാം ശുശ്രൂഷ ചെയ്യേണ്ടുന്നവരാണ്. എന്താണ് ശുശ്രൂഷ ചെയ്യേണ്ടുന്നത്? നമ്മുടെ കൂടെ കൂട്ടായ്മയ്ക്ക് വരുന്ന വ്യക്തികളോടെ ഏറ്റവും ദാസരൂപത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുക, അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുക, അത്രയും താഴ്മയോടുകൂടി അവരുടെ മുമ്പിൽ നിൽക്കുക. ഞാനാണ് ഇവിടുത്തെ ശുശ്രൂഷകൻ, ഞാനാണ് ഇവിടുത്തെ മേലാധികാരി, ഭരണാധികാരി എന്നുള്ളൊരവസ്ഥയല്ല. ആ വരുന്ന വ്യക്തികളെ എത്രത്തോളം ശുശ്രൂഷിക്കാമോ, ഒരു പക്ഷേ അവരെ ചിലപ്പോ നല്ല വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും, അവരെ ധരിപ്പിക്കേണ്ടി വരും, അവർക്ക് ഭക്ഷണം ചിലപ്പോൾ മാറി കൊടുക്കേണ്ടുന്ന അവസ്ഥ വരും. എന്തൊക്കെയാണേലും ഒരു ശുശ്രൂഷക മനോഭാവം, ഒരു സുഖമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണോ ബൈസ്റ്റാൻഡറിൽ നിന്ന് പരിചരിക്കുന്നത് അതേപോലെ ശുശ്രൂഷിക്കണം. അത് ആത്മീയമായിട്ടും പുറമെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലും ആ ഒരു ദാസന്റെ ശുശ്രൂഷ വേണം. ഒരു പിതാവിനെ പോലെ, ഒരു മാതാവിനെ പോലെ. അതുപോലെ തന്നെ പ്രാർത്ഥനയും പരിപാലനവും ഉണ്ടാവണം. പരിപാലനം ആ ശുശ്രൂഷയ്ക്കകത്ത് വരും. പരിപാലിക്കുക, അവരെ പോഷിപ്പിക്കുക. അവര് പട്ടിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ തിരക്കി ചെല്ലുക. കാണാതെ പോയ ആടുകളെ തിരക്കി പോകുന്ന ഒരു കർത്താവിന്റെ മക്കളാണ്, ശിഷ്യരാണ് നമ്മൾ. അപ്പൊ ശുശ്രൂഷകൻ അവരെ തിരക്കി ചെല്ലണം, വചനം പഠിപ്പിക്കണം, ശുശ്രൂഷ ചെയ്യണം, പ്രാർത്ഥിക്കണം, പരിപാലിക്കണം. അവരെ മക്കളെ എന്ന പോലെ പരിപാലിക്കണം. പരസ്പരവും ചെയ്യണം. ശുശ്രൂഷകന്മാർ തമ്മിലും ചെയ്യണം. 1 പത്രോസ് 4:10 അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച കൃപപ്രകാരം ശുശ്രൂഷ ചെയ്യണം. ഇതെല്ലാം കൃപയുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ കേട്ടോ. ഞാനാണ് വലിയവനെന്ന് ചിന്തിക്കുന്ന വ്യക്തികളിലൊന്നും ഇതൊന്നും നടക്കില്ല. ഈ ലോകത്തിൽ കുറെ പേരും പുകഴ്ചയെടുത്ത് നിൽക്കാന്നുള്ളതേ ഉള്ളു. കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലാകില്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് ഇതാണ്, നമ്മൾ എത്രത്തോളം വലിയവനാണോ അത്രയും താഴ്ന്ന് മനുഷ്യരുടെ മുമ്പിൽ താഴ്ന്നിരിക്കുക, താഴ്ന്ന് അവർക്ക് വേണ്ടുന്ന സേവനങ്ങളെ ചെയ്തു കൊടുക്കുക. അപ്പോസ്തലൻ ശുശ്രൂഷകനും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ നമുക്ക് നോക്കാം. അവരുടെ വിളിയും കാര്യങ്ങളും നോക്കാം. വിഷയവും അപ്പോസ്തലനും ശുശ്രൂഷകനും. അതിന്റെ ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിളി, അപ്പോസ്തലന്റെ വിളി പ്രത്യേക ദൗത്യം, ശുശ്രൂഷകന്റെ വിളി സേവന വിളി. പ്രവർത്തന പരിധി, സഭകൾ, മേഖലകൾ എന്ന് തുടങ്ങി ദൈവം അയക്കുന്നിടത്തല്ല. ശുശ്രൂഷകൻ എങ്ങനെയാണ്? ഒരു സഭ, അവിടുത്തെ ശുശ്രൂഷ, അവിടെ വരുന്ന ആടുകളെ പരിപാലിക്കുക. ദൗത്യം, അപ്പോസ്തലനാണെങ്കിൽ അടിസ്ഥാനമിടുക. ഒരിടത്ത് പോയി കളം വെട്ടി ചെത്തി വൃത്തിയാക്കി അവിടെ കിളച്ച് വിത്തുകൾ വിതച്ച് ആ വിത്തിനെ മുളപ്പിച്ചെടുക്കുക. മുളപ്പിച്ചെടുത്തിട്ട്
അത് ശുശ്രൂഷകന്റെ കയ്യിലോട്ട് കൊടുക്കും. ശുശ്രൂഷകൻ അവിടെ പരിപാലിക്കുക. അധികാരം, അപ്പോസ്തലന്റെ അധികാരം ആത്മീയ ക്രമീകരണമാണ്. ആത്മീയമായിട്ട് ക്രമീകരിക്കുക. അങ്ങനെ വിളിയുള്ളവർക്ക് വചനത്തിൽ നിന്നും തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ കേട്ടാൽ, വചനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നത് കണ്ടാൽ, വചനത്തെ വളച്ചൊടിക്കുന്നത് കണ്ടാൽ, വചനത്തിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളിൽ അപ്പുറമായിട്ട് ആ രീതിയിൽ അല്ലാതെ പ്രവർത്തിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആത്മാവിന്റെ സങ്കടം അതിര് കവിഞ്ഞൊഴുകും. ആമേൻ, സ്തോത്രം. അപ്പൊ അവിടെ അധികാരം, അപ്പോസ്തലന്മാർക്ക് ആത്മീയ ക്രമീകരണവും ശുശ്രൂഷകർക്ക് ആത്മീയ സേവനവുമാണ്. അവരുടെ ശ്രദ്ധകൾ എങ്ങനെയായിരിക്കണം? അപ്പോസ്തലന്റെ ശ്രദ്ധ ദർശനത്തിലായിരിക്കണം. ദൈവം കൊടുക്കുന്ന പുതിയ പുതിയ ദർശനങ്ങളിലേക്ക് തിരിയണം ശ്രദ്ധ. ദൈവത്തിന്റെ വിളിക്ക് എപ്പോഴും കാതോർത്തുകൊണ്ടിരിക്കണം. ആ ദർശനത്തിലായിരിക്കണം. ദർശനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുന്ന വ്യക്തിയായിരിക്കണം അപ്പോസ്തലൻ. ദർശനം കിട്ടി, ആ ദർശനത്തെ കൊണ്ടുവരുമ്പോൾ അതിനെ നടപ്പാക്കുന്ന വ്യക്തിയാണ് ശുശ്രൂഷകൻ. അപ്പൊ ഈ ഒരു മുഖാമുഖ വ്യത്യാസം നമ്മൾ കണ്ട്, അപ്പോസ്തലൻ എന്നാൽ ശുശ്രൂഷകനേക്കാളും വലിയ പദവിയാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മത്തായി 20:26 പറയുന്ന പോലെ നിങ്ങളിൽ ഏറ്റവും വലുതാകുന്നവൻ ദാസനായിരിക്കണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ പദവി ഉയരമല്ല, ഉത്തരവാദിത്വം കൂടുതലാണ്. ഇന്ന് പട്ടിണിയായിക്കൊണ്ട്, ഇന്ന് നിനക്ക് സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വിളിയെ ലക്ഷ്യമാക്കി നീ സഞ്ചരിക്കുകയും നീ സഭകൾക്ക് അടിസ്ഥാനമിടുകയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, സഹോദര സഹോദരി, നിന്റെ വിളി അപ്പോസ്തല വിളിയാണ്. ഇവിടെ നമുക്ക് യഥാർത്ഥ ഒരു മാതൃകയെ കാണാം. യേശു അപ്പോസ്തലന്മാരെ 12 പേരെ തെരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരെ നിയോഗിച്ചു. അതിനുശേഷം അപ്പോസ്തലന്മാരായിട്ട് വന്ന പൗലോസൊക്കെ അതിനുശേഷം വന്നവരാണ്. എങ്കിലും യേശു ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വളരെ തെളിച്ചമായിട്ട് കാണിച്ചു തന്നേക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു തന്നെ ദാസനായി. അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുത്തവനാണ്. അപ്പൊ ഇവരുടെ എല്ലാം മുകളിൽ നിൽക്കുന്നവനാണ്. എന്നിട്ടും യേശു അവിടെ ദാസനായി. യേശു കാൽ കഴുകി, യേശു ക്രൂശ് ചുമന്നു, യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നു. ഇന്ന് നിങ്ങൾക്കും ഒരു ദർശനമുണ്ടെങ്കിൽ, സഭയെ പണിയണം, പുതിയ വ്യക്തികൾ, നശിച്ചു പോകുന്ന ജനങ്ങളെ കുറിച്ചുള്ള ഒരു ആത്മഭാരമുണ്ടെങ്കിൽ, ഭാരത്തോടുകൂടി, നശിച്ചു പോകുന്ന ജനതയെ കുറിച്ചുള്ള ഒരു ആത്മഭാരത്തോടുകൂടി വചനത്തിന്റെ ശുദ്ധിയിൽ നിന്ന് അവരെ കർത്താവിലേക്ക് നേടിയെടുക്കണമെന്നുള്ള ഒരു വിളി നിന്റെ ഉള്ളിൽ മുതിർന്നു വരുന്നെങ്കിൽ, നിന്നിലൊരു വിളിയുണ്ട് സഹോദര, അത് അപ്പോസ്തലന്റെ വിളിയാണ്. എന്നാൽ കുറച്ച് കൂട്ടങ്ങളെ കൂട്ടിവെച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ചെയ്തു കൊടുത്ത് അവരെ കൈയുടെ വെള്ളയിൽ കൊണ്ടു നടക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ, അവരെ പരിപാലിക്കുവാനുള്ളൊരു മനസ്സാണ് നിനക്ക് കർത്താവ് തരുന്നതെങ്കിൽ അത് ശുശ്രൂഷകന്റെ വിളിയാണ്. അത് ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയിട്ട് ഏറ്റവും താഴ്മയായിട്ട്, ഞാനോ കുറയണം, എന്നിൽ യേശുവോ വളരണമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുവാൻ തയ്യാറാകും. ആമേൻ. അപ്പൊ സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലന്റെയും ശുശ്രൂഷകനും എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത് നമ്മൾ മനസ്സിലായി. ആരുമാർക്കും വലുതുമല്ല, ആരുമാർക്കും ചെറുതുമല്ല. ആമേൻ, സ്തോത്രം. തന്താങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിളിപ്രകാരം, തന്താങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപപ്രകാരം യേശുവിന്റെ വേലയിൽ നമ്മൾ സമൃദ്ധമായി മുന്നേറുക. ദൈവരാജ്യത്തിൽ നമുക്ക് ഒരുമിച്ച് കൊയ്യാം. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈ അപ്പോസ്തലനെ കുറിച്ചുള്ള വീഡിയോകൾ അടുത്ത് വരുന്നുണ്ട്. എല്ലാവരും കാണുവാനും സപ്പോർട്ട് ചെയ്യുവാനും എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുവാനും സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നന്ദി.